ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അജയ് ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ്. തനിക്കെങ്ങനെയാണ് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ കഴിയുക എന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് അജയ്ക്കുള്ളത്. ഒരു കാരണവശാലും അവളെപ്പോലൊരു പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അജയ്ക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ തൻ്റെ അച്ഛനെയും അമ്മയേക്കാളുമേറെ താൻ സ്നേഹിക്കുന്ന തൻ്റെ മുത്തശ്ശിയെ വിഷമിപ്പിക്കാനും അജയ്ക്ക് കഴിയുന്നില്ല. അവരായിട്ട് ഈ വിവാഹത്തിൽ നിന്നും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും തനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് സ്വയം ചിന്തിക്കുകയായിരുന്നു അജയ്. അജയ് തൻ്റെ കൂട്ടുകാരനായ വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നജയ്, നീ എന്തൊക്കെ തലകുത്തി ഗുസ്തി മറിഞ്ഞാലും നിൻ്റെ ആയ ആൻറ്റിയുടെയും മകളുടെയും കയ്യിൽ നിന്നും നിനക്കൊരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടുമ്പ് പിടിച്ച കണക്കെന്ന് നീ കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് ഇപ്പോൾ നിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിന്നെ പിടിച്ചിരിക്കുന്നതേ ഒരു ഉടുമ്പൊന്നുമല്ല, രണ്ടെണ്ണാണ്. അമ്മയും മോളും കണക്കാണ് മോനെ. എന്നീ കാര്യത്തിൽ നീ ഒഴിവാക്കിയേക്ക്. നീ അന്ന് തന്നെ ശ്രദ്ധിച്ചതല്ലേ? ഞാനൊന്ന് സംസാരിച്ച് ചെന്നപ്പോഴേക്കും അവരെന്നോട് ചോദിച്ച ചോദ്യം അത് തന്നെയായിരിക്കും ഇനിയും സംഭവിക്കാൻ പോകുന്നത്. അത് പറഞ്ഞുകൊണ്ട് അവൻ അജയുടെ ഈ കേസിൽ നിന്നും പിന്മാറുകയാണ്. അജയ് ഇതേ സമയം കൂട്ടുകാരനോടായി പറയുന്നുണ്ട്, എൻ്റെ നൈന ഇന്ന് ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇവളെപ്പോലൊരു പെൺകുട്ടിയെ തലയിലേറ്റി ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണടാ ഞാനങ്ങ് നൈനയ്ക്കൊപ്പം പോകുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. വക്കീൽ അജയോട് പറയുന്നുണ്ട്, എടാ, ഇത് നിനക്ക് തോന്നുന്നുണ്ടോ നൈനയുടേത് ഒരു സാധാരണ ആക്സിഡൻ്റ് ആയിരുന്നുവെന്ന്? ഇത് കേൾക്കുന്ന അജയ്ക്ക് ആകെ ഒരു ഷോക്കാണ് തോന്നുന്നത്. അജയ് ചോദിക്കുകയാണ്, നീ എന്താ അങ്ങനെ പറയാൻ കാരണം? ഏയ് ഒന്നുമില്ലടാ, ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ. അല്ല, ഇത്ര സ്പീഡിൽ ഏത് തിരക്കുള്ള റോഡിലൂടെയും നിസ്സാരമായി കടന്നു പോയിരുന്നവളാണല്ലോ നൈന. അത് വെച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ മരണം വരാനായിട്ട് എങ്ങനെയാ ഏതാണെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയാണ്. അതിൻ്റെ കൂടെ വക്കീലിൻ്റെ കുരുട്ടുബുദ്ധിയിൽ ഒരു ബുദ്ധി കൂടി അജയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അജയ്, നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ നൈന ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് നിൻ്റെ ആൻറ്റിയുടെയും മകളുടെയും കയ്യിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നുവെന്ന്. അതിന് മറ്റൊരു വഴി കൂടിയുണ്ട്. ഞാൻ പറഞ്ഞാൽ നീ അതനുസരിക്കുമോ? അതെന്താണെന്ന് കൂടി നീ പറയേ. എടാ, നീ മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്താൽ മതി. അത് വെറുതെ ഒരു വിവാഹമൊന്നുമല്ല, ഒരു പ്രണയ വിവാഹം. നീ നിൻ്റെ തറവാട്ടിൽ നിൻ്റെ മുത്തശ്ശിയോടായിട്ട് പറയണം മറ്റൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നും അവളെ മാത്രമേ നീ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. നീ എന്ത് മണ്ടത്തരാണ് ഈ പറയുന്നത്? നൈനയുമായിട്ട് ഞാൻ എത്രത്തോളം അടുപ്പമായിരുന്നു എന്ന് മുത്തശ്ശിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തിന്, അത് ഈ പറയുന്ന ആൻറ്റിക്കും മകൾക്കും ഒക്കെ അറിയാവുന്ന കാര്യമല്ലേ. അതിനിടയ്ക്ക് എനിക്ക് എവിടെ നിന്നാടാ ഒരു പെണ്ണ് കയറി വരുന്നത്? നീ പറയണം നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടിക്ക് സ്ഥാനം വന്നു പോയെന്ന്. ഇനി അവളെയും കൂടി മറന്നു കളയാൻ പറയരുതെന്ന്. എനിക്ക് ആലോചിച്ചിട്ട് ഇത്രയൊക്കെ നിന്നോട് പറഞ്ഞു തരാൻ കഴിയുള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ നീ തന്നെ ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അജയുടെ ചിന്ത അതിലേക്കും എന്നാൽ വക്കീൽ പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്കും കടന്നുപോയി. നൈനയുടെ ആക്സിഡൻറ്റ്, അതിനെക്കുറിച്ച് അജയ് ഇന്നേ വരെ ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നൈന മരിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും അവന് താല്പര്യമില്ലായിരുന്നു. അജയ് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. വക്കീൽ പറഞ്ഞ കാര്യം, അതെ, അവൻ പറഞ്ഞതിൽ എന്തോ ഒന്നുണ്ട് നൈനയുടെ കാര്യത്തിൽ. അതുകൂടാതെ അവൻ തന്നെ പറഞ്ഞ പോലെ തനിക്ക് മറ്റൊരു പെൺകുട്ടിയുമായ അടുപ്പം അതൊന്നും ശരിയാവുന്ന കാര്യമല്ലെന്നൊക്കെ സ്വയം തന്നെ അജയ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് അജയുടെ ഫോണിലേക്ക് ഭൂമിജയുടെ കോൾ വരുന്നത്. ഭൂമിജ വല്ലാതെ ടെൻഷനിലാണ് അജയെ വിളിക്കുന്നത്. അതേപോലെ തന്നെ അജയുടെ ഫോണിലേക്ക് ഭൂമിജയുടെ കോള് കണ്ടപ്പോഴും അജയ്ക്കും ഉണ്ടായിരുന്നു ആ ടെൻഷൻ. ഈ രാത്രി എന്തിനായിരിക്കും അവൾ വിളിക്കുന്നത്? എന്തെങ്കിലും അപകടം? പെട്ടെന്ന് തന്നെ അജയ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വിചാരിച്ച പോലെ തന്നെ വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ഭൂമിജ. ഭൂമിജ അവനോടായി പറയുന്നുണ്ട്, സർ, എനിക്ക് ഈ വീടിപ്പോൾ വല്ലാത്തൊരു പേടി തോന്നുന്നു.
എന്നെ ആരൊക്കെയോ അപായപ്പെടുത്താൻ വരുന്നത് പോലെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല സർ. നാളെ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ. ഭൂമിജ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടായിരുന്നുവെങ്കിൽ നിൻ്റെ കൂടെ ഹെൽപ്പിനായിട്ട് ആ ടീ ഷോപ്പിൽ നിൽക്കുന്ന ആ ചേച്ചിയുടെ കൂടെ നിനക്ക് പോയി നിൽക്കാമായിരുന്നില്ലേ എന്ന്. ഇത് കേൾക്കുന്ന ഭൂമി പറയുകയാണ്, ഞാനൊന്ന് മൂളിയാൽ മതി എന്നെ കൂടി കൊണ്ടുപോകുമോ എന്ന്. അവരെന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ അവരുടെ അവസ്ഥ കൂടി ഞാൻ കണക്കാക്കണമല്ലോ സർ. അവർ വളരെ പാവപ്പെട്ടവരാണ്. അവർക്കും അവരുടെ ഭർത്താവിനും 2 മക്കൾക്കും താമസിക്കാനുള്ള സൗകര്യം മാത്രമേ അവരുടെ വീട്ടിലുള്ളൂ. ഞാനും കൂടി ചെന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ആ തുച്ഛമായ ആ ഒരു സൗകര്യത്തിൽ വേണ്ട സർ. എന്തിനാണ് വെറുതെ? ഭൂമിക്ക് ഞാനൊരു ഹോസ്റ്റൽ റെഡിയാക്കി തരട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് വരെയെങ്കിലും, അമ്മ പുറത്തിറങ്ങുന്നത് വരെയെങ്കിലും. സർ, ഞാനിപ്പോൾ സാറിനെ വിളിച്ചത് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. അല്ലെങ്കിൽ തന്നെ എന്നെ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ മാത്രം നമുക്കിടയിൽ എന്ത് ബന്ധം? ഞാൻ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഒരാത്മഹത്യയായി അതൊരിക്കലും സാറ് തള്ളിക്കളയരുത്. ഭൂമിജ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എൻ്റെ അച്ഛൻ്റെ കൊലപാതകിയെ കണ്ടുപിടിക്കുന്നത് വരെ, എൻ്റെ അമ്മയെ പുറത്തിറക്കുന്നത് വരെ, എൻ്റെ അമ്മയുടെ നിരപരാധിത്വം ഈ ഭൂമി തെളിയിക്കുന്നത് വരെയെങ്കിലും എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചേ മതിയാവൂ. അതിനെ മറികടന്നുകൊണ്ട് എന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ അതൊരു കൊലപാതകമായി അവർ അത് തള്ളിക്കളഞ്ഞേക്കാം. സാറെങ്കിലും അത് വിശ്വസിക്കരുത്. ഈ ഭൂമി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സാറ് എല്ലാവരോടും വിളിച്ച് പറയണം. സാർ ഒരു പോലീസുകാരനും കൂടി ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി വളരെ വിഷമത്തോടു കൂടി തന്നെ കോള് കട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ടെൻഷൻ അടിച്ചിരിക്കുന്ന അജയുടെ ഫോണിലേക്ക് വന്ന ഭൂമിയുടെ കോള് കൂടിയായപ്പോൾ അജയ്ക്ക് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയായി. തനിക്ക് കിടന്നിട്ട് ഉറക്കം വരാത്തൊരു സിറ്റുവേഷനും കൂടിയും കടന്നു പോയപ്പോൾ അജയ് മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ്. അജയ് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് ഭവാനി കാണുന്നുണ്ടായിരുന്നു. ഭവാനിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നി. ഈ സമയത്ത് ഇവൻ ഇതെവിടേക്കായി ഇറങ്ങി വരുന്നത്? എല്ലാവരും ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയതാണ്. അതിനു മുമ്പേ തന്നെ അവനും. എന്നിട്ടിപ്പോൾ ഈ സമയത്ത് അഞ്ജനയെ വിളിച്ചെഴുന്നേൽപ്പിക്കണോ? ഇവനിനി മറ്റവളെങ്ങാനും തേടി പോകുന്നതാണോ? അന്നത്തെ പോലെ എന്തെങ്കിലും ഒരു സൂത്രം അഞ്ജനയെ കൊണ്ട് ഒപ്പിച്ചേ പറ്റൂ. നോക്കട്ടെ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ പമ്മി നിൽക്കുകയാണ് ഭവാനി. എന്നാൽ അജയ് ആവട്ടെ ആ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. ഇതേ സമയത്തായിരുന്നു അജയുടെ അരികിലേക്ക് സത്യദാസ് കടന്നു വരുന്നത്. അദ്ദേഹം അജയോടായി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തു പറ്റി? വല്ലാത്ത ടെൻഷനിലാണല്ലോ. ഭൂമിജയുടെ അച്ഛൻ്റെ കേസ് തന്നെയാണോ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അജയ് അപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തോടായി പറയുന്നുണ്ട്, ഉറക്കം കിട്ടുന്നില്ല അങ്കിളെ. എല്ലാം കൊണ്ടും തലയ്ക്കൊരു സ്വസ്ഥതയില്ലാത്ത പോലെ. എന്താണ് ഈ എല്ലാം കൊണ്ടും? അജയ് ഒരു നിമിഷം പതറി. വേണ്ട, തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമില്ല എന്നുള്ള കാര്യം സംസാരിക്കാൻ പറ്റിയ സമയമല്ല. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷനെക്കുറിച്ച് തന്നെ ആവാം സംഭാഷണം എന്ന് അജയ് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അജയ് സത്യദാസിനോട് പറയുന്നുണ്ട്, എന്നെ കുറച്ചു മുമ്പ് ഭൂമി വിളിച്ചിരുന്നു. അവൾക്ക് അവിടെ നിൽക്കാൻ വല്ലാത്ത ഭയം തോന്നുന്നുവെന്ന്. അത് കഴിഞ്ഞ ദിവസം നീ പറഞ്ഞില്ലേ, രാത്രിയിൽ ആരോ അകത്ത് കയറിയതുപോലെ അവൾക്ക് തോന്നിയെന്നൊക്കെ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല അങ്കിളെ, അവൾ എന്നെ വിളിച്ചിട്ട് ഒരു മരണക്കുറിപ്പ് പോലെ എന്തൊക്കെയോ വെളിപ്പെടുത്താൻ അവൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അവൾ എന്നോട് പറഞ്ഞു അവളുടെ മരണം ഒരിക്കലും ഒരു ആത്മഹത്യയാവില്ലെന്ന്. അവളെ ആരെങ്കിലും കൊന്ന് കെട്ടിത്തൂക്കിയാൽ പോലും അതൊരാത്മഹത്യയായി തള്ളിക്കളയരുതെന്ന്. അവളുടെ അച്ഛൻ്റെ കൊലപാതകിയെ കണ്ടുപിടിക്കുന്നതുവരെയും അവളുടെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെയെങ്കിലും അവൾ ഒരിക്കലും ഒരാത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ലെന്ന്. എടാ, അവളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുണ്ടായ സാഹചര്യം അറിയില്ല അങ്കിളെ. അതുതന്നെയാണ് ഞാനും ഈ ആലോചിക്കുന്നത്. കുറച്ചു മുമ്പ് അങ്കിള് പറഞ്ഞതുപോലെ തന്നെയാവാം. പക്ഷേ ഭൂമിച്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ ആ സ്മാർട്ട്നെസ് ഞാൻ ഈ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വന്ന ദിവസം തന്നെ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഒരു ഭൂമിജയെ അല്ല ഞാൻ ഇന്ന് സംസാരിച്ചത്.
എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. അവൾക്ക് അവിടെ നിൽക്കാൻ വല്ലാത്ത ഭയമുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു എന്നെല്ലാം അജയ് സത്യദാസിനോട് പറയുന്നുണ്ട്. സത്യദാസ് കുറച്ചു സമയം ആലോചിച്ച് നിന്ന ശേഷം ഒരു ഉപായം എന്ന രീതിയിൽ പറയാണ്, എടാ അജയ്, നമുക്ക് കുറച്ച് ദിവസം ഭൂമിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ? എന്താണ് അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം? എനിക്കങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അങ്കിളെ. അല്ലെങ്കിൽ തന്നെ അവളിവിടെ വന്ന് നിൽക്കുന്നതിൽ നമുക്കെന്ത് ബുദ്ധിമുട്ട്? ഇത്രയും വലിയ വീടുണ്ട്, സൗകര്യമുണ്ട്, റൂമുകളുണ്ട്. അതിലൊരു റൂമിൽ അവൾ കുറച്ച് ദിവസം താമസിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ലെന്ന് അജയ് പറയുന്നുണ്ട്. അതല്ല, മറ്റുള്ളവർക്ക് അതൊക്കെ അംഗീകരിക്കാൻ കഴിയുമോ? ആരാടാ ഈ മറ്റുള്ളവർ? ഭൂമിയെ സ്വന്തം പേരക്കുട്ടിയായി കാണുന്നതാണ് നമ്മളുടെ അമ്മ. ആ അമ്മയ്ക്ക് അതിന് തടസ്സമൊന്നും കാണില്ല. പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് പറയുക നിൻ്റെ ആൻറ്റിയും മകളുമായിരിക്കും. മനസ്സിലായല്ലോ? അത് നീ കണക്കാക്കാതിരുന്നാൽ മതി. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ഭവാനിക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നുന്നത്. ഭവാനി ചിന്തിക്കുകയാണ്, ഇവളെ എങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും തങ്ങളുടെ തറവാട്ടിലേക്ക് തന്നെ ഇവൾ വലിഞ്ഞു കയറി വരികയാണല്ലോ എന്ന്. ഭവാനിക്ക് വല്ലാത്ത ടെൻഷനും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയൊക്കെ തോന്നി. അതായത് അജയ്ക്കുണ്ടായിരുന്ന ടെൻഷൻ സത്യദാസ് തീർത്തു കൊടുത്തെങ്കിൽ ആ ടെൻഷൻ എല്ലാം കൂടി ഭവാനിയുടെ തലയിലേക്കാണ് വന്ന് കയറിയത്. ഭവാനി ചിന്തിക്കുകയാണ്, അവൾ ഈ വീട്ടിൽ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ അവളെ കഴുത്തിലുള്ള ആ മാലയും ലോക്കറ്റും ഇവിടെയുള്ളവർ കാണാനിടയായാൽ അവിടെ തീർന്നുവെല്ലാം. ഒരുപക്ഷെ ആ മാലയും ലോക്കറ്റും എവിടെ നിന്നെങ്കിലും കളഞ്ഞു കിട്ടിയതാണെന്നെങ്കിലും പറയാം. പക്ഷെ അവളുടെ ആ കഴുത്തിലുള്ള മറുക് അതൊരിക്കലും നമുക്ക് പറഞ്ഞു നിർത്താൻ കഴിയുന്നതൊന്നല്ല. കാരണം അത് സത്യദാസിൻ്റെ മകളുടെ മാർക്കാണ്. അവർ ആ അടയാളം വെച്ചാണ് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ നടക്കുന്നത് പോലും. അത് ഭൂമിയിൽ ഒരുപാട് പേർക്ക് ഒരേപോലെ വന്നു എന്ന് വിശ്വസിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവർ DNA ടെസ്റ്റുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും തീരുമാനമാകും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാർഗം സ്വീകരിച്ച് അഞ്ജനയുടെ വരവ് എന്തെങ്കിലും തരത്തിൽ തടഞ്ഞേ കഴിയൂ എന്ന് സ്വയം ചിന്തിച്ച് നിൽക്കുകയാണ് ഭവാനി. ഇതേ സമയം സത്യദാസ് അജയ്യോട് പറയുന്നുണ്ട്, നീ സമാധാനമായി പോയി കിടന്നുറങ്ങാൻ നോക്ക്. നമുക്ക് നാളെ തന്നെ ഭൂമിജയെ ഇവിടേക്ക് മാറ്റി താമസിപ്പിക്കുന്ന കാര്യം രാവിലെ അമ്മയുമായി സംസാരിക്കാം. നാളെ തന്നെ അവളിങ്ങ് കൂട്ടിക്കൊണ്ടു പോരാം. ഞാനും നീയും കൂടി ഒരുമിച്ച് തന്നെ പോകാം. അല്ലെങ്കിൽ നമുക്ക് അമ്മയെയും കൊണ്ടുപോകാം. അമ്മയും അവളും തമ്മിൽ നല്ല അടുപ്പത്തിലല്ലേ. അപ്പോൾ അമ്മ ചെന്ന് വിളിച്ചാൽ അവൾ വരിക തന്നെ ചെയ്യുമെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അജയ്ക്ക് വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ട്. അജയ് തൻ്റെ അങ്കിളിനോട് ഗുഡ് നൈറ്റ് പറയുന്നത് കേൾക്കുമ്പോൾ ഭവാനി അവിടെ മറഞ്ഞു നിന്നിരുന്നിടത്ത് നിന്നും മാറി നിൽക്കുകയാണ്. ഉടനെ തന്നെ ഭവാനി തൻ്റെ ഫോൺ എടുത്ത് ഫോണുമായിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. മുറിയിൽ ചെന്ന് നിന്ന് കമാലിനെ വിളിക്കുന്നുണ്ട്. കമാലിനോടായി പറയുന്നുണ്ട്, കമാലെ, ഇവിടെ നടക്കുന്നത് ഞാൻ വല്ല കയറെടുക്കേണ്ട തരത്തിലുള്ള കഥകളിലൂടെയാണ്. എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലെന്ന്. കമാല് ചോദിക്കുന്നുണ്ട്, മാഡത്തിന് ഇത് എന്തു പറ്റി? രാത്രി വല്ലാത്ത ടെൻഷനിലാണല്ലോ. എങ്ങനെയാടാ ടെൻഷൻ അടിക്കാതിരിക്കുന്നത്? ഏതവളാണോ ഈ പടി കടന്ന് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അവൾ തന്നെ ദേ ഇവിടേക്കേ വരാൻ പോകുന്നുവെന്ന്. ആര്? ആ ഭൂമിജയോ? അവൾ തന്നെ. അവളെ അജയിനെ വിളിച്ചിരിക്കുന്നു. അവൾക്ക് ആ വീട്ടിൽ ഉറക്കം കിട്ടുന്നില്ലെന്ന്. അതിനൊരു പരിഹാരം കണ്ടെത്താൻ. പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു, മാമനും മോനും കൂടി. എന്താണെന്ന് കേൾക്കണ്ടേ? അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ. അവൾ ഈ തറവാട്ടിൽ കാല് കുത്താതിരിക്കാനാ ഞാൻ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്. അതിനിടയ്ക്ക് എളുപ്പവഴിയിലൂടെയാണ് അവളിങ്ങ് കയറി വരാൻ പോകുന്നത്. എനിക്ക് ആ വരവ് തടഞ്ഞേ പറ്റൂ കമാലെ. നാളെ തന്നെ ഇവിടെ നിന്നും സത്യദാസും ആ അജയ് എന്ന് പറയുന്നവനും കൂടി അവളെ കൊണ്ടുവരാൻ പോവാൻ നിൽക്കുക. അതെനിക്ക് തടഞ്ഞേ പറ്റൂ. ഏത് തരത്തിലായാലും അവൾ ഈ വീട്ടിൽ വരാൻ പോലും പാടില്ല. കമാൽ തിരിച്ച് ഭവാനിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് മാഡം ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാണ് അവളെ തടയേണ്ടതെന്ന്. ഇത് കേൾക്കുന്ന ഭവാനി പറയുന്നുണ്ട്, നീ ഇന്ന് രാത്രി തന്നെ അവളുടെ വീട്ടിൽ കയറുകയും വേണം, അവളെ അങ്ങ് തീർക്കുകയും വേണം. അവൾ വിളിച്ചിട്ടേ മരണമൊഴി കൊടുത്തിട്ടുണ്ട് അജയ്ക്ക്. വീട്ടിൽ കയറി അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ
ഒരിക്കലും അതൊരാത്മഹത്യയായി കാണരുതെന്ന്. അതായതേ അവൾക്ക് നന്നായിട്ടറിയാം അവളുടെ കാലൻ പടിവാതിക്കലേ സമയം നോക്കി നിൽക്കുകയാണെന്ന്. നീയേ അതങ്ങ് തീർത്തേക്ക്. നിനക്കൊരു പ്രശ്നവും വരാതെ ഈ ഭവാനി നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പോൾ കമാൽ പറയാണ്, മാഡത്തിന് എനിക്ക് വിശ്വാസമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ നമ്മളുടെ ഈ പരിപാടി. അന്ന് മറ്റേ പെണ്ണിനെ തീർത്തപ്പോൾ മുതൽ നമ്മൾ ഈ കളികൾ അങ്ങ് മുറുക്കി പിടിച്ചതല്ലേ. മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ കമാൽ ഉണ്ടാവും കൂടെ എന്ന് പറയുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരേക്കും ശുഭദിനം.